മൂന്നാം തവണയും കേരളത്തിൽ LDF അധികാരത്തിൽ വരുമെന്ന് പുനലൂർ LDF സ്ഥാനാർത്ഥി C. അജയപ്രസാദ്. ഭരണവിരുദ്ധ വികാരം കേരളത്തിലില്ല. ഇടത് സർക്കാർ വീണ്ടും അധികാരത്തിലെത്തും. മണ്ഡലത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെന്നും പ്രധാന എതിരാളി UDF ആണെന്നും അജയപ്രസാദ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പുനലൂരിലെ LDF സ്ഥാനാർത്ഥി അജയപ്രസാദാണ് ന്യൂസ് മലയാളത്തിനൊപ്പം ചേരുന്നത്. ഇന്ന് തൊഴിലാളി മേഖലയിൽ നിന്നുള്ളൊരു നേതാവ് ഇവിടെ മത്സരിക്കുന്നു. ഇവിടെ ഒരു നേരിട്ട് LDF UDF മത്സരമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. LDF UDF രാഷ്ട്രീയ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഈ പ്രചരണത്തിനൊരു മൂന്നാം ലാപ്പിലേക്ക് എല്ലാ സ്ഥാനാർത്ഥികളും എത്തുന്നു. എങ്ങനെയാണ് ഒരു പ്രതീക്ഷ, അങ്ങയുടെ പ്രതീക്ഷ എങ്ങനെയാണ്? പ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ടല്ലോ. കാരണം സ്ഥാനാർത്ഥിയായി വന്ന സന്ദർഭം മുതൽ ഒരു നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരു തൊഴിലാളി പ്രവർത്തകൻ എന്നുള്ള നിലയിലുള്ള ഒരു അംഗീകാരവും നാടിൻ്റെ ഒരു പൊതു സ്വീകാര്യതയും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല വിജയപ്രതീക്ഷയുണ്ട്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട് എന്ന് പറയും. അപ്പം അത്തരം വികാരം ഇവിടെയുണ്ടോ? ഒരു വികാരവും ഭരണവിരുദ്ധ വികാരമൊന്നും കേരളത്തിലുണ്ടെന്ന് ഞങ്ങളാരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായി LDFൻ്റെ ഗവൺമെൻറ് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിച്ച് അവരുടെ താല്പര്യങ്ങളെല്ലാം സംരക്ഷിക്കപ്പെട്ട ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കാര്യമില്ല. ഈ സർക്കാർ വീണ്ടും മൂന്നാമതും അധികാരത്തിൽ തുടരണമെന്ന് ഈ കേരളത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും ചർച്ച ചെയ്യപ്പെടുകയാണ്. UDFൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രചാരണം ഇവിടെ വികസനമൊന്നും ഉണ്ടായിട്ടില്ല. മന്ത്രി ഉണ്ടായിരുന്നൊരു മണ്ഡലമാണ്. മറ്റ് വികസന പ്രവർത്തനങ്ങൾ, ടൂറിസം മേഖല അടക്കം വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ട്? യാതൊരു വസ്തുതയുള്ള കാര്യമല്ലല്ലോ. ഈ പുനലൂരിൽ വന്ന് നോക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാം. ഇവിടെ താലൂക്ക് ആശുപത്രി കേരളത്തിൽ ആദ്യമായി നല്ല മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് സമാനമായിട്ടുള്ള ഹോസ്പിറ്റൽ ഈ ഗവൺമെൻറ് കാലത്തുണ്ടായതാണ്. ഇതുവഴിയാണ് മലയോര ഹൈവേ പോകുന്നത്. ഈ റോഡുകൾ, ഈ ഹൈവേകൾ, സ്കൂളുകൾ, ഈ മണ്ഡലത്തിലെ സ്കൂളുകളെല്ലാം പോയി ഈ മണ്ഡലത്തിൽ അഭൂതപൂർവമായ വികസന പ്രവർത്തനം നടത്തിയ മണ്ഡലമാണ്. അതെല്ലാം ഈ ഗവൺമെൻറ്റിൻ്റെ ആ ഭരണത്തിൻ്റെ നേട്ടങ്ങൾ അതെല്ലാം പുനലൂരിൽ പ്രതിഫലിപ്പിക്കത്തക്ക നിലയിൽ പുനലൂരെ നിയമസഭാംഗങ്ങളും ആ നിലയിൽ വളരെ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിച്ചവരാണ്. വികസന കാര്യങ്ങളെ സംബന്ധിച്ച് UDF ചർച്ച ചെയ്യുന്നതേ ഇല്ലല്ലോ. അവർ ജനതാല്പര്യം മനസ്സിലാക്കാതെ അല്ലാതെയുള്ള ചെറിയ ചർച്ചകളൊക്കെ ഇട്ട് ആളുകളിൽ എന്തെങ്കിലുമൊക്കെ അന്തഃഛിദ്രമോ അല്ലെങ്കിൽ സംശയങ്ങളോ ഒക്കെ ഉണ്ടാക്കുന്നതിനുള്ള ഒരു രീതിയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. പ്രചരണത്തിൻ്റെ കാര്യത്തിൽ വികസനമാണ് LDF ചർച്ച ചെയ്തത്. ആ വികസനങ്ങൾ ഓരോന്നായി ഞങ്ങൾ എടുത്തു കാട്ടി പറഞ്ഞുകൊണ്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ടുള്ള വോട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. 100% വിജയപ്രതീക്ഷ തന്നെയാണ് എല്ലാ സ്ഥാനാർത്ഥികളെയും പോലെയും താനും മുന്നോട്ട് പോകുന്നതെന്നാണ് അജയപ്രസാദ് പറയുന്നത്. പുനലൂരിൽ നിന്നും ക്യാമറ പേഴ്സൺ വിജീഷിനൊപ്പം ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം.